ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു കമ്പാരിറ്റീവ് അനാലിസിസ് വീഡിയോ ആണ്. അതായത് തമിഴ് സിനിമാ ലോകത്തെ, അതായത് കോളിവുഡ് എന്നറിയപ്പെടുന്ന നമ്മളുടെ അയൽ സംസ്ഥാനത്തെ സിനിമ ഇൻഡസ്ട്രി ആയ കോളിവുഡിലെ ഒരു ചെറിയ കമ്പാരിറ്റീവ് അനാലിസിസ്. തമിഴ് സിനിമാ ലോകം ഒരു സ്റ്റാർ ബേസ്ഡ് ഇൻഡസ്ട്രി തന്നെയാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. താരങ്ങൾ തന്നെയാണ് തമിഴ് സിനിമയെ എന്നും നിലനിർത്തിയിട്ടുള്ളത്. ബോളിവുഡ് കഴിഞ്ഞാൽ ഈ അടുത്ത കാലം വരെ അൺഡിസ്പ്യൂട്ടഡായി നമ്പർ 2 പൊസിഷനിൽ ഉണ്ടായിരുന്ന തമിഴ് സിനിമാ ലോകം അഥവാ കോളിവുഡ്, ഇതിൽ സ്ഥിരം കണ്ടുവരുന്ന ഒരു പ്രതിഭാസമായിരുന്നു ബൈപോളാർ റൈവൽറി. അതായത് രണ്ടുപേരെ റൈവൽസ് ആയിട്ട് പിച്ച് ചെയ്യും, എന്നിട്ട് ഇവർ തമ്മിൽ കോമ്പീറ്റ് ചെയ്ത് സിനിമകൾ ഇറക്കിക്കൊണ്ടേയിരിക്കും. ഇത് മൂലം തങ്ങളുടെ കരിയർ രണ്ടുപേരും ഒരു മീഡിയയിലെ മുമ്പിൽ ഒരു പ്രൊപ്പഗാൻഡ പോലെ ഇട്ടിട്ട് അവർ രണ്ടുപേരുടെയും കരിയർ ഒരുപോലെ തന്നെ, ഏകദേശം ഒരേ സമയത്ത് ഒരുപോലെ തന്നെ ഡെവലപ്പ് ആവുന്ന ഒരു പ്രതിഭാസം ഉണ്ടായിരുന്നു. അതിന്റെ ഉദാഹരണങ്ങളായിരുന്നു MGR ശിവാജി ഗണേശൻ, രജനീകാന്ത് കമൽഹാസൻ, ചിമ്പു ധനുഷ്, കാർത്തി ശിവകാർത്തികേയൻ, സൂര്യ വിക്രം എന്ന് തുടങ്ങി വിശാൽ ആര്യ വരെ അങ്ങനെ നീണ്ടു പോകുന്നു. ഈ ലിസ്റ്റിൽ ഇല്ലാതിരുന്നതും എന്നാൽ ഏറ്റവും ശ്രദ്ധേയവുമായ ഒരു റൈവൽറി ഉണ്ട്. അത് വിജയ് അജിത്ത് റൈവൽറിയാണ്. അതെ, സാക്ഷാൽ തലപതി വിജയ് ആൻഡ് തല അജിത്ത്. ഇവർക്ക് മുമ്പുള്ള റൈവൽറികളിൽ നിന്ന് ഇവരുടെ റൈവൽറി ഒരു വ്യത്യാസമുണ്ട്. അത് നമ്മൾ നോക്കുകയാണെങ്കിൽ MGR ഒരു പക്ക കൊമേഴ്ഷ്യൽ സ്റ്റാർ ആയിരുന്നപ്പോൾ ശിവാജി ഒരു നല്ല നടൻ അല്ലെങ്കിൽ നല്ല അഭിനേതാവ് എന്ന ലെവലിലായിരുന്നു തിളങ്ങിയത്. അതുപോലെ തന്നെ രജനി തനിക്ക് മുമ്പുണ്ടായിരുന്ന സ്റ്റാർ സങ്കല്പങ്ങളെ മുഴുവൻ ഉടച്ച് സൂപ്പർ സ്റ്റാർ എന്ന ടൈറ്റിൽ സ്വന്തമാക്കിയപ്പോൾ കമൽഹാസൻ ഓരോ സിനിമയിലും വ്യത്യസ്തത മുഖമുദ്രയാക്കി ഉലക നായകൻ എന്ന ടൈറ്റിലോട് കൂടി ഒരു നല്ല നടൻ എന്ന ലെവലിലാണ് സിനിമ ചെയ്തിരുന്നത്. ചുരുക്കി പറഞ്ഞാൽ both rivals were catering for a different piece of the pie. ഒരാൾ മാസ് ഓഡിയൻസിനെ കാറ്റർ ചെയ്ത് സിനിമ എടുത്ത് ബോക്സ് ഓഫീസിനെ ടാർഗറ്റ് ചെയ്ത് പണം കൊയ്യുമ്പോൾ മറ്റേയാൾ ഒരു ആക്ടർ എന്ന നിലയിൽ സെൽഫ് റിയലൈസേഷൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ പക്ഷെ ബോക്സ് ഓഫീസിൽ റിസൾട്ട് എന്നത് ഒരു അഷ്വർഡ് ഗ്യാരണ്ടി ആയിരിക്കില്ല. എന്നാൽ അജിത് വിജയ് റൈവൽറിയുടെ പ്രത്യേകത എന്തെന്നാൽ രണ്ടുപേരും ഏകദേശം ഒരുപോലത്തെ സിനിമകൾ ചെയ്ത് ഒരേ ടൈപ്പ് ഓഡിയൻസിനെ കാറ്റർ ചെയ്ത് മാസ് മസാല സിനിമകളാണ് ചെയ്യാനായിട്ട് ഞങ്ങളുടെ കരിയറിന്റെ റൈസിംഗ് ഫേസിൽ ശ്രമിച്ചത്. അതെ, ബോത്ത് വെയർ സൂപ്പർ സ്റ്റാർ മെറ്റീരിയൽസ്. ഏകദേശം 2000ന്റെ തുടക്കത്തിലാണ് രണ്ടുപേരും റൊമാൻറ്റിക് ചോക്ലേറ്റ് ഡ്രാമ സിനിമകളിൽ നിന്ന് ആക്ഷൻ ഹീറോ ഇമേജിലേക്ക് ചേക്കേറുന്നത്. രജനീകാന്ത് എന്ന വൻമരം സൂപ്പർ സ്റ്റാറായി ടയർ 1ൽ നിലനിൽക്കുമ്പോഴും അതിന് തൊട്ട് താഴെയുള്ള ടയർ 2ൽ നിലനിൽക്കുന്ന കൊമേഴ്ഷ്യൽ സ്റ്റാർസ് ആയിരുന്നു അന്ന് അജിത് വിജയ്. അതായത് രണ്ടുപേരും യുവതലമുറയടക്കമുള്ള കൊമേഴ്ഷ്യൽ മാസ് മസാല ഓഡിയൻസിനെയാണ് അന്ന് ടാർഗറ്റ് ചെയ്തിരുന്നത് തമിഴ്നാട്ടിൽ. അതിനുള്ള സ്പേസ് അവർക്കന്ന് ഉണ്ടായിരുന്നു. കാരണം അന്ന് രജനി 2-3 വർഷമെടുത്താണ് ഒരു സിനിമ ചെയ്തിരുന്നത്. ഈ കാലയളവിൽ ഇവർക്ക് ഒരു 2-3 സിനിമ ഒരു വർഷം തന്നെ ഇറക്കാനുള്ള ഒരു സ്പേസ് അന്ന് തന്നെ അവിടെ തമിഴ് മാർക്കറ്റിൽ ഉണ്ടായിരുന്നു. ഈ വീഡിയോയിലൂടെ ഇവരുടെ കരിയർ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കുകയാണ് ലക്ഷ്യം. എങ്ങനെയാണ് ഇന്ന് വിജയ് അജിത്ത് ഇന്ന് ആ റൈവൽറിയിൽ നിന്ന് ഇവോൾവ് ആയി ഇന്നത്തെ സ്ഥിതിയിൽ വിജയിന് അജിത്തിനെതിരെ വ്യക്തമായ ഒരു ലീഡ് നിലനിർത്തി പോകുന്നത് നമുക്കൊന്ന് നോക്കാം. ഇവരുടെ തുടക്കകാലം, അതായത് ദ ബിഗിനിങ്സ്. 1992 സ്വന്തം അച്ഛനായ SA ചന്ദ്രശേഖർ സംവിധാനം ചെയ്ത നാളെയ തീർപ്പ് ആണ് വിജയുടെ ആദ്യത്തെ സിനിമ ഫ്ലോപ്പ് ആയിരുന്നെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നതും മാത്രവുമല്ല, വിജയുടെ പെർഫോമൻസിന് അന്ന് വളരെ ഹാർഷായിട്ടാണ് അന്നത്തെ ക്രിട്ടിക്സ് വിലയിരുത്തിയത്. ഈ മുഖമൊക്കെ ഞങ്ങൾ കാശ് കൊടുത്ത് സിനിമയിൽ തിയേറ്ററിൽ പോയി കാണണോ എന്ന് വരെ അന്ന് പറഞ്ഞതായിരുന്നു ആനന്ദ വികടൻ എന്ന് പറയുന്ന തമിഴ് മാഗസിൻ. വെറും 18 വയസ്സ് മാത്രമുള്ള വിജയ്ക്ക് വലിയൊരു തിരിച്ചടിയായിരുന്നു നാളെയ തീർപ്പിന്റെ വമ്പൻ പരാജയം. ഇപ്പോഴത്തെ ഡെഫിനിഷൻ നോക്കുകയാണെങ്കിൽ വിജയുടെ കേസ് ഒരു ക്ലാസിക് നെപ്പോക്കിഡിന്റേത് തന്നെയാണ്. കാരണം തുടരെ 5 സിനിമകളാണ് SA ചന്ദ്രശേഖർ സംവിധാനം ചെയ്ത് വിജയ്ക്ക് കൊടുത്തത്. അതും വെറുതെ അല്ല, നായകനായിട്ട്. ഇതിൽ സെന്തൂര പാണ്ഡി എന്ന സിനിമയിൽ ക്യാപ്റ്റൻ വിജയകാന്ത് അഭിനയിച്ചതിനാൽ വിജയിച്ചത് മാറ്റി നിർത്തിയാൽ മറ്റ് സിനിമകളായ രസികൻ, ദേവ, വിഷ്ണു എന്നീ ചിത്രങ്ങൾ അട്ടർ ഫ്ലോപ്പായിരുന്നു. ഇതിൽ രസികൻ സിനിമ വിജയന് ഇളയ തളപതി എന്ന ടൈറ്റിൽ ആദ്യമായിട്ട് കൊടുത്തത് സ്വന്തം അച്ഛനാണെന്ന് പറയേണ്ടതില്ലല്ലോ. മറുവശത്ത് അജിത്ത് തുടങ്ങിയത് അമരാവതി എന്ന ഹിറ്റ് സിനിമയിൽ നായകനായിട്ട് 1993ലാണ്. തുടർന്നൊരു തെലുങ്ക് സിനിമയിലും 2 തമിഴ് സിനിമയിലും നായകനായ അജിത്ത്. ഈ 2 സിനിമകളും ഫ്ലോപ്പായിരുന്നു. 1995 ഇവർ രണ്ടാള് ആദ്യമായി ഒന്നിച്ച് അഭിനയിച്ച സിനിമയാണ് രാജാവിൻ പാർവയിലെ. പടത്തിൽ വിജയ് ആയിരുന്നു നായകൻ. അജിത്ത് ഒരു എക്സ്റ്റെൻഡഡ് ക്യാമിയോ റോൾ തന്നെയായിരുന്നു എന്ന് പറയാം.
എന്താല്ലേ പവർ ഓഫ് നെപ്പോട്ടിസം. രാജാവിൻ പാർവയിലെ ഒരു ഇൻഫ്ലക്ഷൻ പോയിന്റ് ആയിരുന്നു രണ്ടു പേർക്കും. കാരണം തൊട്ടടുത്ത സിനിമകൾ രണ്ടു പേർക്കും തങ്ങളുടെ കരിയർ ഡിഫൈനിങ് സിനിമകളായിരുന്നു. വിജയിന് പൂവേ ഉനക്കാകെ, അജിത്തിന് ആസെ. ഈ രണ്ട് സിനിമയോടും കൂടി രണ്ടുപേരും ഒരു ചോക്ലേറ്റ് ബോയ് ഇമേജിൽ എസ്റ്റാബ്ലിഷ് ആയി. തുടർന്നുള്ള വർഷങ്ങളിൽ ലവ് ടുഡേ, കാതലിക്ക് മര്യാദ, പ്രിയമുടൻ, തുള്ളാതെ മനവും തുള്ളും തുടങ്ങിയ സിനിമകൾ ഹിറ്റാക്കി തന്റെ റൊമാൻറ്റിക് ഹീറോ ഇമേജും സ്വല്പം വില്ലനിഷ് ഇമേജുമായി വിജയ് എസ്റ്റാബ്ലിഷ് ചെയ്തപ്പോൾ അജിത് വ്യത്യസ്തങ്ങളായ കഥാപാത്രങ്ങൾ വാൻമതി, കാതൽ കോട്ടൈ, വാലി, അമർക്കളം, കാതൽ മന്നൻ എന്നീ സിനിമകൾ ചെയ്ത് സ്വന്തം നിലയിൽ എസ്റ്റാബ്ലിഷ് ആയി. സത്യത്തിൽ ഈ ഒരു ഫേസിൽ അജിത് വാസ് വേ അഹെഡ് ഓഫ് വിജയ് എന്ന് തന്നെ പറയാം. ഇന്നും പല ആളുകളും അജിത്ത് വിജയിനേക്കാളും നല്ലൊരു അഭിനേതാവാണ് അല്ലെങ്കിൽ ഒരു ആക്ടറാണ് എന്ന് പറയുന്ന ഒരുപക്ഷെ അജിത്തിന്റെ ഈ കാലഘട്ടത്തിലെ ആക്ടിംഗ് കൊണ്ട് തന്നെയാണ്. വർഷം 2000 തുടങ്ങിയപ്പോഴേക്കും അജിത്തും വിജയും തമിഴ് ഇൻഡസ്ട്രിയിലെ നെക്സ്റ്റ് ഡുവോ ആയി സ്വയം എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞു. ഒരു റൈവൽറി പോലെ തന്നെ അവർ എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞു. മറ്റ് കോമ്പറ്റീറ്റേഴ്സ് ആയിരുന്ന പ്രശാന്ത്, അബ്ബാസ്, സൂര്യ, വിക്രം, വിനീത്, അരുൺ വിജയ്, അരവിന്ദ് സ്വാമി എന്നിവരെയൊക്കെ ബഹുദൂരം പിന്നിലാക്കിയിരുന്നു. ഇത്തിരിയെങ്കിലും ഇവരോടൊന്ന് മുട്ടി ഞാനുമുണ്ട് ഇവിടെ എന്ന് പോരാടാൻ ശ്രമിച്ചത് പ്രശാന്ത് ആയിരുന്നു. അന്നത്തെ പ്രശാന്തിന് പല ബിഗ് ബഡ്ജറ്റ് സിനിമകളും വന്ന് 90s അവസാന കാലത്ത് ടോപ്പ് ലേവലിൽ നിന്നിരുന്ന ഒരു ടോപ്പ് സ്റ്റാർ ആയിരുന്നു പ്രശാന്ത്. എന്നിരുന്നാലും 2000 തുടങ്ങിയതുകൂടെ ഇവരോട് അധിക കാലം പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്ന് തന്നെ പ്രശാന്തിനും മനസ്സിലായി. പ്രശാന്തിന്റെ ഒരു ഫാൻ ബേസും അന്നധികം ഉണ്ടായിരുന്നില്ല. ഒരു സൂപ്പർ സ്റ്റാർ ആകാനുള്ള അനിവാര്യതയായിരുന്നു ആക്ഷൻ ഹീറോ ഇമേജ് വേണ്ടത് എന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇന്ത്യയിലെ എല്ലാ സൂപ്പർ ഹീറോസും ഈ റൊമാൻറ്റിക് സിനിമകളോ അല്ലെങ്കിൽ ക്യാരക്ടർ സിനിമകൾ ചെയ്തുകൊണ്ട് മാത്രം അവർക്കൊരു സൂപ്പർ സ്റ്റാർ ലെവൽ പിടിച്ചു നിർത്താനോ അല്ലെങ്കിൽ അതിലേക്ക് ഉയർന്നു വരാനോ പറ്റിയിട്ടില്ല. എന്തിനേറെ പറയുന്നു, ഈ അടുത്ത് ഷാറൂഖ് ഖാൻ വരെ തന്റെ തിരിച്ചുവരവ് നടത്തിയത് ആക്ഷൻ ഹീറോ ഇമേജിലൂടെയാണ്. പഠാനും ജവാനും. അത് കഴിഞ്ഞു വന്ന ഡങ്കിക്ക് അത്രയേറെ സ്വീകാര്യത കിട്ടിയില്ലതാണ്. അപ്പൊ ഈ ആക്ഷൻ ഹീറോ ഇമേജ് എന്ന് ഉള്ളൊരു അനിവാര്യത രണ്ടുപേരും അത് ആ ലേബലിലേക്ക് ചേക്കേറുന്നത് 2000 തുടക്കത്തിലായിരുന്നു. അജിത്ത് ദീന എന്ന സിനിമയിലൂടെ തല എന്ന ടൈറ്റിൽ സ്വന്തമാക്കി ഒരു പക്ക കൊമേഴ്ഷ്യൽ സ്റ്റാറായി ആദ്യം എസ്റ്റാബ്ലിഷ് ചെയ്തു. വിജയിന് പിന്നെ 2 കൊല്ലം കഴിഞ്ഞ് ഭഗവതി എന്ന സിനിമയിലാണ് ഒരു ഫുൾ ഫ്ലെഡ്ജ്ഡ് അൺഅപ്പോളജറ്റിക് ആക്ഷൻ ഹീറോ ആയി എസ്റ്റാബ്ലിഷ് ചെയ്തത്. ഇവരുടെ ഫസ്റ്റ് ഫേസ് ടു ഫേസ് ക്ലാഷ് വരുന്നതും ഈ സമയത്താണ്. അജിത്തിന്റെ വില്ലനും വിജയിന്റെ ഭഗവതിയും ഒരേ ദിവസമാണ് റിലീസ് ചെയ്തത്. വില്ലൻ ഒരു പക്ക കമേഴ്ഷ്യൽ മാസ് മസാല പടമായിരുന്നെങ്കിൽ ഭഗവതി ഒരു ഫാമിലി മസാല വിഭാഗത്തിൽ വരുന്ന സിനിമയായിരുന്നു. ക്ലാഷിൽ ജയിച്ചത് അജിത്ത് ആയിരുന്നെങ്കിലും വിജയകാന്തിന്റെ രമണ എന്ന സിനിമയായിരുന്നു ആ സീസണിലെ യഥാർത്ഥ ദീപാവലി വിന്നർ. അതിനു മുമ്പുള്ള സിനിമകളിൽ കുറച്ച് സെറ്റ്ബാക്ക് വന്ന അജിത്തിന് ഈ ക്ലാഷ് വിക്ടറി വലിയ ഊർജ്ജമാണ് ഈ റൈവൽറിയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതെ, ദ സ്കോർ ഗോസ് ലൈക്ക് അജിത്ത് 1, വിജയ് 0. തുടർന്ന് 4-5 പടങ്ങൾ കണ്ടിന്യൂസ് ആയി സൈൻ ചെയ്ത അജിത്ത് അടുത്ത ക്ലാഷ് റിലീസിന് ഉടനെ നേരിടേണ്ടി വന്നു. ആഞ്ജനേയ വേഴ്സസ് തിരുമലൈ. വിജയ് ആകട്ടെ തിരുമല എന്ന സിനിമയിലൂടെ തന്റെ ലുക്കൊക്കെ മാറ്റി നമുക്ക് ഇന്നറിയപ്പെടുന്ന ഇളയ തലപതിയായി ഒരു കംപ്ലീറ്റ് ആക്ഷൻ ഹീറോ ആയി എസ്റ്റാബ്ലിഷ് ചെയ്തിരുന്നു. കൂടെ ക്ലാഷ് വന്നതാകട്ടെ അജിത്തിന്റെ ആഞ്ജനേയ എന്ന മോശം സിനിമ. ഊഹിച്ച പോലെ തന്നെ തിരുമല സൂപ്പർ ഹിറ്റ് ആയപ്പോൾ ആഞ്ജനേയ അട്ടർ ഫ്ലോപ്പായി. ഈ കാലയളവിൽ അജിത്തിന് ഒരു സീരീസ് ഓഫ് ഫ്ലോപ്പ് പടങ്ങളായ ജി, മഹ എന്നീ സിനിമകൾ ചെയ്തപ്പോൾ വിജയ് തന്റെ ഏറ്റവും വലിയ സിനിമയായ ഗില്ലി ചെയ്ത് തമിഴ് ഇൻഡസ്ട്രിയിലെ ആദ്യ 50 കോടി സ്വന്തമാക്കി ചരിത്രമെഴുതി. വിജയ് വാസ് നോട്ട് ജസ്റ്റ് ഹാവിംഗ് എൻ എഡ്ജ് ഓവർ അജിത്ത് ബട്ട് വാസ് ഓൺ ടോപ്പ് ഓഫ് കോളിവുഡ് അറ്റ് ദിസ് പോയിന്റ്. ശിവാജി എന്ന രജനീകാന്ത് സിനിമ ഇറങ്ങുന്നത് വരെ. സത്യത്തിൽ ഈ കാലഘട്ടത്തിൽ അജിത്ത് പല നല്ല സിനിമകൾ റിജക്ട് ചെയ്തിരുന്നു. ഒരുപക്ഷെ നിങ്ങൾക്ക് പലർക്കും അറിയാൻ പെടാത്ത ഒരു കാര്യമുണ്ടോ, ഗില്ലി എന്ന വിജയ് സിനിമയിൽ ആദ്യമായി ധരണി അപ്രോച്ച് ചെയ്ത അജിത്തിനെയാണ്. എന്നാൽ തെലുങ്ക് സിനിമയുടെ റീമേക്ക് ആയതുകൊണ്ട് തന്നെ അജിത്ത് ഈ ഓഫർ പാടെ നിരസിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് മാത്രവുമല്ല, കാക്ക കാക്ക പിന്നീട് ഗജനി എന്ന സൂര്യയെ ഇന്നത്തെ സൂര്യയാക്കാൻ സഹായിച്ച പല സിനിമകളും ആദ്യം ചെന്നിരുന്നത് അജിത്തിനാണ്. ഗില്ലി വിജയ് എന്ന സൂപ്പർ സ്റ്റാറിന്റെ വരെ പറയിച്ചു തമിഴ് ഇൻഡസ്ട്രിയിലേക്ക്. ഒരു റീമേക്ക് സിനിമയായിട്ട് കൂടെ ഒറിജിനലിനെക്കാട്ടിലും ബെറ്ററായ പെർഫോമൻസും ടെക്നിക്കൽ ക്വാളിറ്റിയും മ്യൂസിക്കും ഉണ്ടായ സിനിമയായിരുന്നു ഗില്ലി. മറുവശത്ത് അജിത്തിന്റെ അട്ടഹാസമെന്ന ആക്ഷൻ സിനിമ ചെയ്തത് തന്റെ മാർക്കറ്റ് ഊട്ടി ഉറപ്പിച്ചെങ്കിലും വിജയുടെ പോലെ ഇത്രയും എല്ലാവരും ഫാമിലി ഓഡിയൻസും യൂത്തും എല്ലാവരും ഏറ്റെടുത്തൊരു സിനിമ അന്നും അജിത്തിന് ഉണ്ടായിരുന്നില്ല എന്നതാണ് എന്റെ സത്യം.
ഇവിടെ തന്നെ ഇവർ തമ്മിലുള്ള മാർക്കറ്റ് ഡിഫറൻസ് വളരെ വ്യക്തമാണ്. വിജയ്ക്ക് അന്ന് കാറ്റർ ചെയ്തിരുന്ന ഒരു ഫാമിലി ഓഡിയൻസ് പ്ലസ് യങ് ഓഡിയൻസ് ആയിരുന്നെങ്കിൽ അജിത്തിന് കൂടുതലുണ്ടായിരുന്ന യങ് സ്കൂൾ കോളേജ് ഗോയിങ് സ്റ്റുഡൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇനി നമുക്ക് ഇത് കഴിഞ്ഞിട്ടുള്ള റൈവൽറിയുടെ ഒരു കരിയർ അനാലിസിസ് നടത്തി നോക്കാം. യെസ്, ഇളയ തലപതി വേഴ്സസ് അൾട്ടിമേറ്റ് സ്റ്റാർ ഫേസ്. ഗില്ലി കഴിഞ്ഞ് വിജയ്ക്ക് ഒരു സക്സസ് സ്ട്രീക്ക് തന്നെയായിരുന്നു. തിരുപ്പാച്ചി, മധുരൈ, സച്ചിൻ, ശിവകാശി എന്ന എല്ലാ സിനിമകളും 2026 വിജയ ചിത്രങ്ങളായിരുന്നു. അതിൽ തന്നെ തിരുപ്പാച്ചിയും ശിവകാശിയും സൂപ്പർ ഹിറ്റായിരുന്നു. ഈ ഒരു സിനിമകൾ വിജയുടെ റൂറൽ ഓഡിയൻസിനെ ഊട്ടിയുറപ്പിക്കുകയാണ് ചെയ്തിട്ടുണ്ടായത്. അതാകട്ടെ ജി എന്ന സിനിമ ഒന്ന് ഡൗണായ സമയമായിരുന്നു അത്. അപ്പോഴാണ് അവർ തമ്മിലുള്ള മൂന്നാമത്തെ ക്ലാഷ് വരുന്നത്. 2006 പൊങ്കൽ, പരമശിവൻ വേഴ്സസ് ആദി. രണ്ടാളുടെയും മാർക്കൽ പൊട്ടൻഷ്യൽ മനസ്സിലാക്കണമെങ്കിൽ രണ്ടാളുടെയും ഒരേപോലെ നല്ല സിനിമ വരണം, അല്ലെങ്കിൽ ഒരേപോലെ മോശം സിനിമ വരണം. ഇതിൽ രണ്ടാമത് സംഭവിച്ചു. രണ്ടു പടവും സൂപ്പർ ഫ്ലോപ്പായിരുന്നു. എന്നാൽ ആദി കൂടുതൽ കളക്ഷൻ നേടി. ഇവിടെയാണ് ഫാമിലി ഓഡിയൻസിന് വിജയിനോടുള്ള താല്പര്യവും സ്വീകാര്യതയും പ്രകടമാവുന്നത്. അതുകൊണ്ട് തന്നെ സാറ്റലൈറ്റ് റേസിലും വിജയ് തന്നെയായിരുന്നു അക്കാലത്തിൽ ഒന്നാമതുണ്ടായിരുന്നത്. യെസ്, വിജയ് വാസ് ഹാവിംഗ് എൻ എഡ്ജ് ഓവർ അജിത് ഡ്യൂറിംഗ് ദിസ് ടൈം. സോ ക്ലാഷിന്റെ നമ്മൾ വെച്ച് നോക്കുകയാണെങ്കിൽ അജിത് 1, വിജയ് 2. തുടർന്ന് തൊട്ടടുത്ത വർഷം 2007 പൊങ്കലിൽ ഇവർ തമ്മിലുള്ള നാലാമത്തെ ക്ലാഷും വന്നിരുന്നു. പോക്കിരി വേഴ്സസ് ആൾവാർ. വിജയ് തന്റെ തെലുഗു റീമേക്ക് ട്രെൻഡ് തുടർന്നുകൊണ്ടേയിരുന്നു. അതിൽ ആദ്യ ഫ്ലോപ്പായാലും അടുത്ത് വന്നത് പോക്കിരി ആയിരുന്നു. ഓൾറെഡി ഹിറ്റായ മഹേഷ് ബാബു ടെംപ്ലേറ്റിൽ വിജയ് അഴിഞ്ഞാടിയ സിനിമയായിരുന്നു പോക്കിരി. മറുവശത്ത് ആൾവാർ ഒരു അട്ടർ ഫ്ലോപ്പ് ആയപ്പോൾ പോക്കിരി 2007 സെക്കൻഡ് ഹയസ്റ്റ് ഗ്രോസറായി മാറി. ആദ്യത്തേത് ശിവാജി. അങ്ങനെ ക്ലാഷ് റിലീസസ് നോക്കുകയാണെങ്കിൽ വിജയ് 3, അജിത് 1. വിജയ്ക്ക് ഹാട്രിക് ക്ലാഷ് വിക്ടറീസ് ആയി. ഇപ്പോഴേക്ക് ഹൈലി സക്സസ്ഫുൾ ആയിരുന്ന വിക്രം തനിക്ക് വ്യത്യസ്ത ക്യാരക്ടർ ചെയ്യുന്ന നായക നടൻ ആയാൽ മതി എന്ന് ഉറപ്പിച്ച് അതിലേക്ക് നീങ്ങി പതുക്കെ തന്റെ കരിയർ ആ ട്രാക്കിലേക്ക് കൊണ്ടുപോയി. ഈ റേസിലേക്ക് ഇല്ല എന്ന് താൻ വിക്രം തികച്ചറിയിക്കുകയും ചെയ്തു. ക്ലാഷ് റിലീസിന് ശേഷം അജിത്ത് ബില്ലയിലൂടെ തിരിച്ചു വന്നിരുന്നു. പക്ക സ്റ്റൈലിഷ് ഗാങ്സ്റ്റർ ലുക്കിൽ വന്ന അജിത്തിന് ബില്ല ഒരു റെവലേഷൻ തന്നെയായിരുന്നു. ഒരു പക്ക സ്റ്റൈലിഷ് ഗാങ്സ്റ്റർ ലുക്കിൽ വന്ന അജിത്ത് സ്ലീക്ക് ആൻഡ് സ്ലെൻഡർ സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു ലുക്കിലായിരുന്നു ബില്ലയിലുണ്ടായിരുന്നത്. ഒരു അർബൻ കമേഴ്ഷ്യൽ ലുക്ക് തനിക്ക് സ്യൂട്ട് ചെയ്യുന്ന പോലെ മറ്റാർക്കും തമിഴ് സിനിമയിൽ സാധിക്കില്ല എന്ന് അജിത്ത് ഒരിക്കൽ കൂടി തെളിയിച്ചു. നമുക്ക് ഇരുവരുടെയും ഫാൻ ബേസിനൊന്നും പരിശോധിക്കാം. വിജയ് ഫാൻസ്, ഫാമിലി ഓഡിയൻസും റൂറൽ ആയിട്ടുള്ള ഒരു ഓഡിയൻസും പ്ലസ് കുട്ടികൾ, ഈ ഒരു കാറ്റഗറി ഓഡിയൻസ് ആയിരുന്നു വിജയിന് പ്രധാനമായിട്ടുള്ള വിജയ് സിനിമകൾ തിയേറ്ററിലേക്ക് കാണാനായിട്ട് പോയിരുന്നത്. എത്ര മോശം സിനിമയായാലും വിജയിന്റെ സിനിമകൾക്ക് ആ കാലത്ത് BNC സെന്റേഴ്സിൽ പടം ഹോൾഡ് ഓവർ ആവാതെ പോകുമായിരുന്നു. എന്നാൽ അർബൻ പോളിഷ്ഡ് ആയ ഓഡിയൻസിന് വിജയിനെ അത്ര സ്വീകാര്യനല്ലായിരുന്നു. അതിന് കാരണം ഒരു ടിപ്പിക്കൽ ക്ലീഷേ റൗഡി ലുക്കിൽ വരുന്ന വിജയ് ആ കാലത്ത് ടെംപ്ലേറ്റ് സിനിമകളായിരുന്നു ചെയ്തിരുന്നത്. അജിത് ഫാൻസ് കൂടുതലും സിറ്റി ഡ്വല്ലേഴ്സ് ആയിരുന്നു. അജിത്തിന് കോളേജ് സ്റ്റുഡൻസിന്റെയും യങ്സ്റ്റേഴ്സിന്റെ ഇടയിൽ വൻ സ്വീകാര്യത ഉണ്ടായിരുന്നു അക്കാലത്ത്. വിജയിന് ഇഷ്ടമല്ലാത്ത ഒരു കൂട്ടം ആളുകൾ കൂടി ഈ കാലയളവിൽ അജിത് ഫാൻസ് ആയി മാറി. ഇത് തന്നെയാണ് ഈ ബൈപോളർ റൈവൽറിയുടെ പ്രത്യേകത. ഒരാളെ ഇഷ്ടമല്ലെങ്കിൽ നാച്ചുറലായിട്ടും മറ്റേയാളുടെ ഫാനായിട്ട് മാറും. ഒരു റൂറൽ അർബൻ ഡിവൈഡ് നമുക്കിവിടെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. 2008 മുതൽ 2010 വരെയുള്ള കാലഘട്ടം ഇവർ രണ്ടാൾക്കും ഒരേപോലെ ഒരു ബാഡ് ഫേസ് ആയിരുന്നു. വിജയിന് 5 കോൺസിക്യൂട്ടീവ് ഫ്ലോപ്സ് ഉണ്ടായിരുന്നു. അഴകിയ തമിഴ് മകൻ, കുരുവി, ഫില്ല്, വേട്ടക്കാരൻ ആൻഡ് സുര. അജിത്തിന് 2 മെഗാ ഫ്ലോപ്സ് ഉണ്ടായിരുന്നു ഈ കാലത്ത്, ഏകൻ ആൻഡ് അസൽ. ഇവർ തമ്മിലുള്ള കോമ്പറ്റീഷനേക്കാൾ അവിടെ മൂന്നാമതൊരാൾ കത്തി നിന്നു ഈ കാലയളവിൽ. ഹി ഈസ് നൺ അതർ ദാൻ മിസ്റ്റർ സൂര്യ ശിവകുമാർ. ഇതോടുകൂടി തങ്ങളുടെ ഫിയേഴ്സ് റൈവൽറി ഉപേക്ഷിച്ച് കുറച്ചുകൂടെ ഫ്രണ്ട്ലി ആയ അറ്റ്മോസ്ഫിയറിൽ കോമ്പീറ്റ് ചെയ്യാൻ തുടങ്ങി. 2011 അജിത് തന്റെ വമ്പൻ തിരിച്ചുവരവ് നടത്തി മങ്കാറ്റയിലൂടെ. അതുവരെ കാണാത്ത ഒരു അൺഅപ്പോളജറ്റിക് വില്ലൻ ആയി അജിത് നിറഞ്ഞ വിത്ത് സോൾട്ട് ആൻഡ് പെപ്പർ ലുക്ക്. ബില്ലയ്ക്ക് ശേഷം അജിത്തിനൊരു ക്ലീൻ ബ്ലോക്ക് ബസ്റ്റർ കൂടിയായിരുന്നു മങ്കാത്ത. എന്നാൽ വിജയുടെ റിഡംഷൻ അത്ര എളുപ്പമായിരുന്നില്ല. അഴകിയ തമിഴ് മകൻ എന്ന എക്സ്പെരിമെന്റൽ സിനിമയ്ക്ക് ശേഷം 4 കണ്ടിന്യൂസ് ഫ്ലോപ്പ്. അതുവരെ ഇഫക്റ്റീവായ സെയിം ഫോർമുല പക്ഷെ വർക്കായി. ഗില്ലി സംവിധായകൻ ധരണിയുമൊത്ത് കുരുവി,
പോക്കിരി സംവിധായകൻ പ്രഭുദേവയും പരീക്ഷിച്ചിട്ടും രക്ഷയുണ്ടായിരുന്നില്ല. പല വിജയ് ഫാൻസും പുറത്തു പറയാനുള്ള മടി കാരണം സൂര്യ ഫാനായി മാറിയതും ഈ കാലത്താണ്. തുടർന്ന് തന്റെ റൊമാൻറ്റിക് ഹീറോ ആയി വന്ന കാവലനാണ് ചെറുതായെങ്കിലും ഒന്ന് ഹിറ്റായത്. അത് കഴിഞ്ഞ് വേലായുധം, നൻപൻ എന്ന സിനിമകളിലൂടെ തന്റെ ഹിറ്റ് സ്ട്രീക്ക് നിലനിർത്തിയ വിജയ് ഒരു ക്ലീൻ ബ്ലോക്ക്ബസ്റ്റർ അപ്പോഴും ഇല്ലായിരുന്നു. വർഷം 2012 നവംബർ 12 ഒരു വിജയ് പടം ഇറങ്ങുന്നു. AR മുരുകദോസ് ഡയറക്ട് ചെയ്ത തുപ്പാക്കി. പിന്നീട് നടന്നത് ചരിത്രം. അതുവരെ റൂറൽ ബാക്ക്ഡ്രോപ്പിൽ അല്ലെങ്കിൽ ഒരു അർബൻ സ്ലം ബാക്ക്ഡ്രോപ്പിൽ കണ്ടിരുന്ന വിജയ്, ഷർട്ടിന് മേലെ ഷർട്ട് ഇട്ടിരുന്ന വിജയിനെ അർബൻ സ്റ്റൈലിഷ് ലുക്കിൽ തന്റെ കിടിലൻ സ്ക്രീൻ പ്ലേയിൽ ഹാരിസ് ജയരാജിന്റെ അടിപൊളി മ്യൂസിക്കിൽ പ്രസന്റ് ചെയ്തു AR മുരുകദോസ്. യെസ്, ഫൈനലി എ വിജയ് മൂവി വാസ് അക്സെപ്റ്റബിൾ ടു ദി അർബൻ ഓഡിയൻസ്. അതുവരെ രജനീകാന്തിന്റെ കുത്തകയായിരുന്ന 100 കോടി ക്ലബിൽ വിജയ് തന്റെ വരവറിയിച്ചു. ഹോളിവുഡ് നമ്പർ 2 സ്ഥാനം ഉറപ്പിച്ചു അജിത്. ഇല്ല 2 ഫ്ലോപ്പ് അടിച്ച അതേ സമയത്താണ് ഇത് നോക്കണം. വിജയുടെ തലൈവയും വലിയ സാമ്പത്തിക വിജയമായിരുന്നില്ല. തൊട്ട് അടുത്തിറങ്ങിയ സിനിമയാണ് തലൈവ. എന്നാൽ അതിനടുത്ത് ഇറങ്ങിയ അജിത്തിന്റെ ആരംഭം മിക്സഡ് ടു നെഗറ്റീവ് റിവ്യൂസ് വന്നെങ്കിലും കമേഴ്ഷ്യലി സക്സസ്ഫുൾ ആയിരുന്നു. ക്ലാഷ് 5 ജില്ല വേഴ്സസ് വീര. വർഷം 2013. അജിത്തിന്റെ വല്യേട്ടൻ ഫോർമുലയിൽ വന്ന വീരം, വിജയും ലാലേട്ടനും ഒരുമിച്ച് അഭിനയിച്ച ജില്ല എന്നീ സിനിമകൾ ഒരേ ദിവസമായിരുന്നു റിലീസ്. 2 സിനിമകൾക്കും ആവറേജ് റിവ്യൂസ് ആയിരുന്നു വന്നിരുന്നത്. ക്ലാഷ് വിന്നർ പക്ഷെ വീരമായിരുന്നു. ഇതിനടുത്തിറങ്ങിയ വിജയ് സിനിമയായിരുന്നു കത്തി. വിജയ് തുപ്പാക്കിയിൽ നിന്ന് കിട്ടിയ നമ്പർ 2 പൊസിഷൻ അരക്കിട്ട് ഉറപ്പിക്കുന്ന സിനിമ കൂടെയായിരുന്നു കത്തി. പെർഫെക്റ്റ് മാസ് മസാല ബ്ലെൻഡിങ്ങിൽ വന്ന ഒരു പൊളിറ്റിക്കൽ മെസ്സേജും കൊടുത്ത വിജയ് അന്ന് നേടിയത് തന്റെ രണ്ടാമത്തെ 100 കോടി സിനിമ. ക്ലാഷ് വിജയത്തോടുകൂടി അജിത് തിരുത്തൈ ശിവയെ വിട്ടില്ല. കത്തിയോടുകൂടി വിജയ് AR മുരുകദോസിനെ ചേർത്ത് പിടിച്ചു. എന്നാൽ കത്തി സിനിമയോടുകൂടി വിജയുടെ കരിയർ അങ്ങ് സ്കൈ റോക്കറ്റ് ചെയ്തു. പിന്നീട് വിജയ്ക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടേക്കില്ല. തന്റെ രണ്ടാമത്തെ 100 കോടി സിനിമ അന്ന് വിജയ് നേടി. തുടർന്ന് പുലി ഫ്ലോപ്പ് ആയെങ്കിലും തെരയിലൂടെ വീണ്ടും 100 കോടി ബിസിനസ് ചെയ്തു തന്റെ ടോപ്പ് സ്പോട്ട് വിജയ് തിരിച്ചു. ഇതേ സമയം അജിത് സിരുത്തെ ശിവ യൂണിവേഴ്സിൽ വേതാളം വിവേകം വിശ്വാസം ചെയ്യുന്നതിനൊപ്പം ബോണി കപൂറിന്റെ കൂടെ 3 സിനിമ ചെയ്തു. വെറൈറ്റി ആയി ചെയ്ത് നേർക്കൊണ്ട പാറൻ എന്നെ അറിഞ്ഞാലുമാണ് മറ്റു സിനിമകൾ. ഫ്ലോപ്പായ ഭൈരവയ്ക്ക് ശേഷം മെർസലിൽ ഹിറ്റ് അടിച്ചപ്പോൾ വീണ്ടും ആന്റിയുടെ കോംബോയിൽ ബിഗിൽ എന്ന സിനിമ 300 കോടി കളക്ഷൻ നേടി വിജയ് തന്റെ ടോപ്പ് സ്പോട്ട് വീണ്ടും അരക്കിട്ടുറപ്പിച്ചു. അടുത്ത സിനിമ 2021 കോവിഡിന്റെ പീക്ക് ടൈമിൽ വന്ന മാസ്റ്റർ സിനിമയായിരുന്നു. ഏകദേശം 250 കോടി മാസ്റ്റർ ആ വർഷത്തെ ഇയർ ടോപ്പറായിരുന്നു. ഇത് മാത്രവുമല്ല, കോവിഡ് കാലഘട്ടത്തിൽ തിയേറ്ററിൽ ഉടമകൾക്കുണ്ടായിരുന്ന നഷ്ടത്തിൽ സഹായിച്ചൊരു സിനിമ തന്നെയാണ് മാസ്റ്റർ. ക്ലാഷ് 6 വാരിസു വേഴ്സസ് തുനി. നേർക്കൊണ്ട പാവെ വളിമൈ സിനിമയ്ക്ക് ശേഷം അജിത് എച്ച് വിനോദ് കോംബോയിൽ ചെയ്ത സിനിമയാണ് തുനി. വളരെ ഒരു മോശം സിനിമയായിരുന്നു അത്. ഇതിനോട് ക്ലാഷ് റിലീസ് ചെയ്തതാണ് വിജയ് വംശി പൈതപ്പള്ളി സിനിമ കോംബോയിൽ വന്ന ഒരു തെലുഗു ടെംപ്ലേറ്റ് സിനിമയായ വാരിസ്. ഒരു ഫാമിലി മസാല സിനിമയായിരുന്നു വാരിസ്. ബോക്സ് ഓഫീസിൽ വാരിസ് തുനിയെ മദർ പിടിച്ചു. 300 കോടി പ്ലസ് കളക്ഷൻ വന്ന സിനിമയായിരുന്നു വാരിസ്. തുടർന്ന് ലോകേഷ് കനകരാജിന്റെ സംവിധാനത്തിൽ തന്നെ 600 കോടിയിലധികം കളക്ഷൻ ചെയ്ത് തമിഴ്നാട്ടിലെ പുതിയ ഇൻഡസ്ട്രി ഹിറ്റ് എന്ന റെക്കോർഡും കൂടെ സ്വന്തമാക്കി. മിക്സഡ് നെഗറ്റീവ് റിവ്യൂസ് വന്നിട്ടും ലിയോ 2023 ഇയർ ടോപ്പ്. അജിത് വിടാമുയർച്ച് ഫ്ലോപ്പ് ആയപ്പോൾ വിജയ് തന്റെ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്ന സിനിമ മിക്സഡ് നെഗറ്റീവ് റിവ്യൂസ് വന്നത് 450 കോടി കളക്ഷൻ നേടി. വർഷം 2025 ആയപ്പോഴേക്കും ബോക്സ് ഓഫീസ് പൊട്ടൻഷ്യലിന്റെ കാര്യത്തിൽ വിജയുടെ ഗ്രാഫ് മോളോട്ട് വന്നപ്പോൾ അജിത്തിന്റെ ഗ്രാഫ് കുറച്ച് സ്റ്റാഗ്നന്റ് ആയിട്ടാണ് കാണപ്പെടുന്നത്. 2025 അജിത്തിന് ആദ്യം വിജയ് വിടാമുയർച്ച ഒരു പരാജയം സമ്മാനിച്ചെങ്കിലും തുടർന്ന് വന്ന ഗുഡ് ബാഡ് അഗ്ലി നല്ലോണം കളക്ഷൻ നേടിയിട്ടുണ്ടായിരുന്നു. എങ്കിലും ഫാമിലി ഓഡിയൻസിന് തിയേറ്ററിലോട്ട് വരുന്നത് താരതമ്യേന കുറവായിരുന്നു വിജയ് സിനിമകളെ അപേക്ഷിച്ച്. ഇത് തന്നെയാണ് ഇവർ തമ്മിലുള്ള മേജർ ഡിഫറൻസ്. നമുക്ക് ഈ വീഡിയോയിലൂടെ ഇവർ തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് അനലൈസ് ചെയ്ത് നോക്കാം. രണ്ടുപേരും ഒരു സൂപ്പർ സ്റ്റാർ മെറ്റീരിയൽ ആണെന്ന് നേരത്തെ പറഞ്ഞിരുന്നു. ഇവർക്ക് മുൻപോടി ഉണ്ടായിട്ടുള്ള ബൈപോളാർ റൈവൽറിയിൽ നിന്നും ഇവരുടെ റൈവൽറി വ്യത്യസ്തമാക്കുന്നതും ഈ ഒരു ഘടകമാണ്. എന്നിരുന്നാൽ കൂടെ ഇവർ തമ്മിലുള്ള ഡിഫറൻസ് എന്തൊക്കെയാണ്? So what are the difference between Vijay and Ajit? Let us see about that.
ഫസ്റ്റ് നമുക്ക് വിജയനെ നോക്കാം. വിജയിന്റെ സ്ട്രെങ്ത് എന്തൊക്കെയാണ്? ഒരു റൂറൽ ലുക്കിലാണ് വിജയ് മിക്ക സിനിമകളിലും വന്നുകൊണ്ടിരിക്കുന്നത്. തന്റെ സ്റ്റൈലിഷ് ആയിട്ടുള്ള ഡയലോഗ് ഡെലിവറിയും ജന്മസിദ്ധമായി കിട്ടിയിട്ടുള്ള ഒരു സ്വാഗും വിജയിന്റെ സിനിമകളിൽ കുറച്ചുകൂടെ വാച്ചബിൾ ആക്കിയിട്ടുണ്ട്. അത് മാത്രവുമല്ല, ഡാൻസും ഫൈറ്റും തനിക്ക് അനായാസം വഴങ്ങുന്ന രണ്ട് കാര്യങ്ങളാണെന്ന് വിജയ് പല വാർത്ത തെളിയിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല, വിജയ് തൻ്റെ മിക്ക സിനിമകളിലും എസ്പെഷ്യലി 2012 തുപ്പാക്കിക്ക് ശേഷം തൻ്റെ പടത്തിലൊരു മാർക്കറ്റിംഗ് ഗിമ്മിക്ക് എന്ന വണ്ണം ഒരു പാട്ട് താൻ തന്നെ പാടാറുണ്ട്. ഇറസ്പെക്റ്റീവ് ഓഫ് ഏത് മ്യൂസിക് ഡയറക്ടറാണെന്നുള്ളത് ഈ ഒരു ചടങ്ങ് തൻ്റെ ഈ അടുത്ത് വന്ന ലിയോയിൽ പോലും തുടർന്നുകൊണ്ടേയിരുന്നു. പിന്നെ ഹീറോയിനുമായിട്ടുള്ള കെമിസ്ട്രി മിക്ക സിനിമകളിലും വിജയിൻ്റെ നമ്മൾ കണ്ടുവന്നിട്ടുള്ള കാര്യമാണ്. അതിപ്പോൾ കാജൽ അഗർവാൾ ആയിക്കോട്ടെ, ജെമിലി ആയിക്കോട്ടെ, തൃഷ ആയിക്കോട്ടെ, നയൻതാര ആയിക്കോട്ടെ, വിജയുമായിട്ടുള്ള കെമിസ്ട്രി മിക്കപ്പോഴും അസാധ്യമാണ്. ഇനി നമ്മൾ അജിത്തിലേക്ക് വന്നാൽ അർബൻ ലീഗ് സ്റ്റൈലിഷ് ലുക്സാണ് അജിത്തിൻ്റെ സ്പെഷ്യാലിറ്റി. അതിപ്പോൾ വില്ല ആയിക്കോട്ടെ, മങ്കാത്ത ആയിക്കോട്ടെ, ആരംഭമായിക്കോട്ടെ, അജിത്ത് വന്നൊരു സ്യൂട്ടിലും ഒരു കൂളിംഗ് ഗ്ലാസ്സിലും വന്ന് ഒരു സോൾട്ട് ആൻഡ് പേപ്പറിലൊക്കെ നിന്ന് കഴിഞ്ഞാൽ ബാക്കി എല്ലാവരും 10 അടി മാറിയുണ്ട്. പിന്നെ അന്യായ സ്ക്രീൻ പ്രസൻസ് ആണ്, സ്ലോ മോഷൻ. പിന്നെ താൻ ബൈക്ക് റേസും കാർ റേസും തൻ്റെ ജീവിതത്തിൽ സ്വായത്തമാക്കിയ മറ്റ് സ്കിൽസും താൻ സിനിമയിൽ കാണിക്കാറുണ്ട്. അജിത്തിനെയും വിജയനെയും ഇഷ്ടപ്പെടുന്ന ആളുകൾ അവരുടെ ഈ റെസ്പെക്റ്റീവ് ക്വാളിറ്റിയെ തന്നെയാണ് സിനിമയിൽ ഇംബൈബ് ചെയ്തിട്ടുള്ളത്. ഓരോരുത്തരും അവരവരുടെ ടേസ്റ്റിനോടനുബന്ധമായിട്ടാണ് അവരുടെ സ്റ്റാർസിനെ തിരഞ്ഞെടുത്തിരുന്നത്. ഇതിൽ ഡാൻസൊക്കെ താല്പര്യമുള്ള ആളുകൾ മിക്കതും വിജയ് ഫാൻസ് ആവാൻ താല്പര്യം, മറിച്ച് താനൊരു ബൈക്ക് റേസും കാർ റേസും അങ്ങനത്തെ ഉള്ള ഒരു ലൈനാണെന്നുണ്ടെങ്കിൽ താൻ അജിത് ഫാൻ ആവാനുള്ള ടെൻഡൻസി ആയിരിക്കും കൂടുക. നമുക്കറിയാം, ഇന്ന് ഇവർ രണ്ടുപേരുടെയും താല്പര്യങ്ങൾ വേറെ ഡയറക്ഷനിലാണ്. Ajit seems to have lost interest in films and is doing more racing these times. വിജയ് സിനിമ താൽക്കാലികമായെങ്കിലും ഉപേക്ഷിച്ച് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞു. 2026 തമിഴക വെട്രിക്കടകം തമിഴ്നാട് CM ആകുമോ എന്ന് കണ്ടറിയാം. എങ്ങനെയാണ് ഈ അടുത്ത കാലത്തായി വിജയ് അജിത്തിനെ ഒരു ചെറിയ മാർജിനിലെങ്കിലും ബീറ്റ് ചെയ്യുന്നത്? നമുക്കൊന്ന് പരിശോധിക്കാം. പോയിന്റ് നമ്പർ 1, വിജയ് ഈസ് എ കംപ്ലീറ്റ് പാക്കേജ്. അതെ, കേട്ടത് ശരിയാണ്. വിജയ് ഒരു കംപ്ലീറ്റ് പാക്കേജാണ്. നമ്മളിപ്പോൾ മലയാളം ഇൻഡസ്ട്രി നോക്കിക്കഴിഞ്ഞാൽ മോഹൻലാൽ ഒരു കംപ്ലീറ്റ് പാക്കേജാണ്. ലാലേട്ടൻ ഫൈറ്റ് ചെയ്യും, ഡാൻസ് ചെയ്യും, ഡയലോഗ് ഡെലിവറി ചെയ്യും, നന്നായി അഭിനയിക്കും, ഹീറോയിനോട്ട് കെമിസ്ട്രി ഉണ്ട്, റൊമാൻസ് ചെയ്യും, ഇമോഷണൽ രംഗങ്ങൾ ചെയ്യും. മറിച്ച് ഇതുപോലെ ഒരു കംപ്ലീറ്റ് പാക്കേജിൽ വരുന്ന ഒരു ആക്ടർ കം സ്റ്റാർ മെറ്റീരിയലായിട്ട് കേരളത്തിൽ ആരുമില്ല. എന്നാൽ നമ്മൾ ടോളിവുഡിൽ നോക്കുകയാണെങ്കിൽ അവിടെ ഒത്തിരി കംപ്ലീറ്റ് പാക്കേജസിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഉദാഹരണം രാം ചരൺ ഫൈറ്റ് ചെയ്യും, ഡാൻസ് ചെയ്യും, ആക്ഷൻ ചെയ്യും, എല്ലാം ചെയ്യും. അതേപോലെ തന്നെ അല്ലു അർജുൻ, പ്രഭാസ്, അങ്ങനെ രവി തേജ, ചിരഞ്ജീവി, അങ്ങനെ ഒത്തിരി സ്റ്റാർ സ്റ്റഡഡ് പാക്കേജ് മെറ്റീരിയൽസ് ഉണ്ട്. എന്നാൽ ഇത്തരം ഒരു കംപ്ലീറ്റ് പാക്കേജിന്റെ അഭാവം നമുക്ക് തമിഴ് സിനിമയിൽ കാണാൻ സാധിക്കും. ഓൾദോ ഇറ്റ് ഈസ് എ മാസ് മസാല ബേസ്ഡ് ഇൻഡസ്ട്രി. എന്നാൽ ഇവരിൽ നിന്ന് വിജയനെ മാറ്റി നിർത്തുന്ന ഒരു ഘടകമാണ് ഹി ഈസ് എ കംപ്ലീറ്റ് പാക്കേജ്. അത് ഫൈറ്റ്, ഡയലോഗ് ഡെലിവറി, ഡാൻസിങ്, സിംഗിങ്, അങ്ങനെ സമസ്ത മേഖലകളിൽ വിജയ് ഷൈൻ ചെയ്യും. നമ്പർ 2, വിജയ് ഫാൻസ്. വിജയിന് ഒരു വെൽ നിറ്റ് ഫാൻസ് അസോസിയേഷൻ നെറ്റ്വർക്ക് എക്സിസ്റ്റിംഗ് ആയിട്ട് നിലനിൽക്കുന്നുണ്ട്. അജിത്ത് തന്റെ ഫാൻസ് അസോസിയേഷനെ പണ്ടേ പിരിച്ചുവിട്ടതാണ്. മാത്രമല്ല, വിജയ് കൺസിസ്റ്റന്റ് ആയ ഹിറ്റ്സ് ഓവർ എ ഡെക്കേഡ് കൊടുത്തിരുന്ന ഒരാളാണ്. പോയിന്റ് നമ്പർ 4, സ്മോൾ ബട്ട് എഫക്റ്റീവ് ചേഞ്ചസ്. തനിക്ക് വർക്കൗട്ട് ആവുന്ന ഫോർമുല ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ടാണ് വിജയ് സിനിമകൾ റിലീസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഫാൻസിന് ഏറെ പ്രിയപ്പെട്ടതും അതേസമയം ബോറടിക്കാത്തതുമായിട്ടുള്ള എന്തൊക്കെയോ എലമെന്റുകൾ വിജയുടെ ഓരോ സിനിമ വരുമ്പോഴും അതിലുണ്ടാകും. സാറ്റലൈറ്റ് റേറ്റ്സ് ആൻഡ് ബെറ്റർ TRP റേറ്റിംഗ്സ്. പാട്ടിലും ഡാൻസിലും അഗ്രഗണ്യനായതുകൊണ്ട് തന്നെ വിജയ് സിനിമകളിൽ 5 പാട്ടുണ്ടെങ്കിൽ 5ഉം സൂപ്പർ ഹിറ്റായിരിക്കും. ഫോർ ഇൻസ്റ്റൻസ്, വേട്ടയക്കാരൻ എന്ന വിജയ് സിനിമ പടം ഫ്ലോപ്പായിരുന്നു, എന്നാൽ 5-6 പാട്ടുകളും സൂപ്പർ ഹിറ്റായിരുന്നു. അതേപോലെ തന്നെയാണ് വില്ല എന്ന സിനിമ ഫ്ലോപ്പായിരുന്നു, പക്ഷെ 5 പാട്ടുകളും ബ്ലോക്ക് ബസ്റ്റേഴ്സ് ആയിരുന്നു. സൺ മ്യൂസിക്, സൺ TV, KTV തുടങ്ങിയ ചാനലുകൾ, എന്തിനേറെ പറയുന്നു മലയാളം ചാനലുകളിൽ പോലും നിർത്താതെ കാണിക്കുമായിരുന്നു ഇതിലെ പാട്ടുകൾ. അപ്പോൾ ഇത്തരത്തിൽ TV ഓഡിയൻസിനെ പിടിച്ചു നിർത്താനായിട്ടുള്ള ചില ഗിമ്മിക്സുകൾ വിജയ് സിനിമകളിൽ ഉണ്ടായിരുന്നു. യങ് ആയിട്ടുള്ള ഓഡിയൻസിനെ കണക്ട് ചെയ്യാനുള്ള വിജയിൻ്റെ എബിലിറ്റി, ഫാമിലി ഓഡിയൻസിൻ്റെ സപ്പോർട്ട്. അപ്പോൾ ഇത്രയുമാണ് ഈ സീരീസിൽ പറയാനുണ്ടായിരുന്നത്. തികച്ചും സബ്ജക്റ്റീവായ ഒരു അനാലിസിസ് വീഡിയോ ആണിത്. 100% എൻ്റെ വീക്ഷണകോണിൽ നിന്നുള്ളൊരു അനാലിസിസ് ആണ്.
മറിച്ച് അഭിപ്രായമുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കാവുന്നതാണ്. വളരെ നന്ദി. നമുക്ക് അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം.